ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രകലശ മഹോത്സവം അടോട്ട് കളരിയിൽ ഓലകൊത്തൽ ചടങ്ങ് നടന്നു. തെക്ക് തൃക്കരിപ്പൂർ ഒളവറപ്പുഴ മുതൽ വടക്ക് ചിത്താരിപ്പുഴ വരെ അള്ളടമുക്കാദം നാട്ടിൻ അധിപൻ ശ്രീ ക്ഷേത്രപാലകൻ ഈശ്വരൻ വാഴുന്ന മടിയൻകൂലം കലശമഹോത്സവത്തിന്റെ ഭാഗമായി അടോട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്ന അടോട്ട് കളരിയിൽ ഓലകൊത്തൽ ചടങ്ങ് നടന്നു. കളരിയിൽ ദീപം വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ആചാരസ്ഥാനികർ കുമ്മണാർ കളരി മൂത്തകുരിക്കൽ കോയിമ്മ മടിയൻകൂലം ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ നായരച്ചൻ വീട് പ്രതിനിധി പടിഞ്ഞാറ്റേൻ മടിയൻ പുല്ലൂരാൻ മടിയൻ തണ്ടാൻ വയൽ തണ്ടാൻ അടോട്ട് മുത്തേഴത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജയേഷ് കൂട്ടായിക്കാരൻ കളരിക്ക് മുന്നിലുള്ള തെങ്ങിൽ കയറി ഓലകൊത്തൽ ചടങ്ങ് നിർവഹിച്ചു. തുടർന്ന് നിലത്ത് വീണ ഓലയുടെ ദിശയും കിടപ്പും അടിസ്ഥാനമാക്കി ജന്മകണിശൻ വിനോദ് കപ്പണക്കാൽ ലക്ഷണം പറഞ്ഞ് വിശദമാക്കി. ചൊവ്വേണ്ടുതയാണ്. രണ്ടിൽ ആദിത്യ ബുധന്മാർ, മൂന്നിൽ ചന്ദ്രനും വ്യാഴനും ശുക്രനും, അഞ്ചിൽ കേതു മാന്തി, 11 രാഹു, 12ാമത്തെ രാശിയിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. പ്രകരണം പറയുന്നത് ദേവി ഗതോത്സവസ്യാദു നാളികേര തരുക്ഷതം ക്ഷിപ്വ ഭുവി മലർന്നെന്ന് വീണാൽ സർവഗുണം തുലാം. കമിഴ്ന്നാൽ തത്ര കലഹം ചോരോപദ്രവം വരും. കമിഴ്ന്ന് ഉഭയരാശിയും മേഷമോ വന്നാൽ അത്യന്ത ദോഷമാം. ക്ഷേത്രാധിപാനം നാശം ച സാന്നിധ്യക്ഷേപം ചെല്ലാം. സംഘതന്ത്വം വിരോധവും വായുവഗ്നോ കമിഴ്നീടിൽ നൃത്ത നൈവേദ്യ ദോഷമാം. ധനാഭരണ വസ്ത്രാണം നാശം അഗ്നിഭയം ഭവേത്. പിന്നീട് ഓലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്ത ആചാരസ്ഥാനികർ അരിയും കുറിയും ചാർത്തി ഓല പ്രത്യേക രീതിയിൽ കെട്ടിയെടുത്ത് കളരിയിൽ വെച്ചു. കലശത്തിന് ഓല കൊത്തിയാൽ പിന്നെ കലശം കഴിയുന്നതുവരെ കൂലോം പരിധിയിൽ വരുന്ന പ്രദേശത്ത് ഓലയോ മരമോ മുറിക്കാൻ പാടില്ല എന്നതാണ് നാട്ടുവഴക്കം. കൊത്തിയെടുത്ത ഓല കലശ ദിവസം 2 പകുത്ത് കൂലോത്തേക്ക് കലശവുമായി പോകുമ്പോൾ മുൻപേ നടന്ന മാർഗതടസ്സങ്ങൾ നീക്കുന്നതിനാണ് ഉപയോഗിക്കുക പതിവ്. പിന്നീട് കൂലോത്തെ കലശത്തറയ്ക്ക് മുന്നിൽ ഈ ഓലയിട്ടാണ് കലശപ്പന്തൽ ഒരുക്കുന്നത്. ഓലകൊത്തൽ ചടങ്ങിന് ശേഷം കലശം എഴുന്നള്ളിക്കുന്നതുവരെ നിശ്ചയിക്കുന്ന ചടങ്ങും കളരിയിൽ നടന്നു. ബൈജു വീണച്ചേരി അടോട്ട് കലശവും രഞ്ജിത്ത് പുതിയപുരയിൽ പെരളം വയലിൽ കലശവും എഴുന്നള്ളിക്കും. മെയ് 22, 23 തീയതികളിലാണ് മടിയൻകുലോത്ത് കലശ മഹോത്സവം നടക്കുന്നത്. മെയ് 22 അകത്തെ കലശവും 23 പുറത്തെ കലശവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.